Hello guys, and I'm Steev. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാംസങ് ഗാലക്സി f62ന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു വെള്ള ബ്രാൻഡിങ്ങുള്ള ബോക്സിലാണ് ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോൺ 8GB റാം പിന്നെ 128GB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സിലുള്ള എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫോൺ, പിന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡും, പിന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി ഡാറ്റ കേബിൾ. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകൾക്ക് ഒരു കേസും പിന്നെ സ്ക്രീൻ കാർഡും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനൊപ്പം അതൊന്നുമില്ല. പിന്നെ കൂടാതെ ഇത്തിരി പ്രീ ഇൻസ്റ്റോൾ ആപ്സും വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോണിൻ്റെ ബിൽഡ് നോക്കിയാൽ അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ കയ്യിൽ നല്ല ഗ്രിപ്പ് കിട്ടും. പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. അപ്പോൾ 218 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ ബാക്കിലും സൈഡിലും പാനൽസ് പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റ്സ് നല്ലോണം വരും. പക്ഷേ ഒരു കേസ് ഇട്ടാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം ബട്ടൺസും പിന്നെ പവർ ബട്ടണും കാണാം. അപ്പോൾ ഇതിൻ്റെ പവർ ബട്ടൺ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൂടിയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു സിം കാർഡ് ട്രെയിൻ കൂടിയുണ്ട്. പിന്നെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് 3.5mm ഓഡിയോ ജാക്ക് കാണാം. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും പിന്നെ സ്പീക്കർ ഗ്രിൽസും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഫോണിൻ്റെ ഒരു ഓവർവ്യൂ ബിൽഡ്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ സൂപ്പർ ആംബ്ലഡ് ഡിസ്പ്ലേ ആണുള്ളത്. ഫുൾ HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. കൂടാതെ ഇതിന് നല്ല വ്യൂയിങ് ആംഗിളുണ്ട്. അപ്പോൾ 420 നിറ്റ്സാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ 60 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് ഫോണുകൾക്ക് 90, 120 Hz റിഫ്രഷ് റേറ്റ് എല്ലാം ഉണ്ട്. ബട്ട് നല്ല ഒപ്റ്റമൈസ് സോഫ്റ്റ്വെയറും പിന്നെ നല്ല പ്രോസസ്സിംഗ് പവറുള്ളതുകൊണ്ട് നമുക്ക് അധികം ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാംസങ്ങിന് തന്നെ പ്രൊസസ്സറായ Exynos 9825ൻ്റെ 7mm ചിപ്സെറ്റാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇറങ്ങിയ സാംസങ് ഗാലക്സി S10ലുള്ള അതേ പ്രൊസസ്സറാണ് ഇതിലുള്ളത്. സോ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹൈ ഗ്രാഫിക്സ് ഗെയിമെല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഗെയിമിങ്ങിലോട്ടൊന്നും ഡെപ്തായിട്ട് പോകണില്ല. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം തിക്കും വെയിറ്റുള്ള ഫോണാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇന്നത്തെ 7000 mAhൻ്റെ മാസീവ് ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു നോർമൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ഫോണിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 7000 mAhൻ്റെ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പവർ ബാങ്ക് ആയിട്ടും കൊണ്ടുപോയി നടക്കാൻ പറ്റും. പിന്നെ ക്യാമറ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ 64MBയുടെ വൈഡ് ആംഗിൾ ക്യാമറ, 12MBയുടെ അൾട്രാ വൈഡ് ക്യാമറ, 5MBയുടെ മാക്രോ ക്യാമറ, കൂടാതെ 5MBയുടെ ഡെപ്ത് സെൻസറുണ്ട്. അപ്പോൾ റിയർ ക്യാമറയോട് നിങ്ങൾക്ക് HDR വീഡിയോസ് 4K 30fps വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32MBയുടെ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് HDR 4K വീഡിയോസ് 30fps വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടുനോക്കുക. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഉണ്ടോലെ ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ ഫോൺ തന്നെയാണ് ഇത്. പിന്നെ സാംസങ്ങിനകത്ത് കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അൾട്രാ സ്ലോ മോഷൻ, പിന്നെ ഡയറക്ടേഴ്സ് വ്യൂ, പിന്നെ AR ക്യാമറ, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ക്യാമറ മാത്രം ഡീറ്റെയിൽഡ് റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതും ചെയ്യാം. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു 4G ഫോണാണ്. പക്ഷേ ഇതിനകത്ത് ബ്ലൂടൂത്ത് 5ഉം പിന്നെ NFC എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഡ്യുവൽ നാനോ സിം കാർഡും SD കാർഡും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ഇത് Android 11ഉം പിന്നെ സാംസങ്ങിൻ്റെ One UI 3.1 ആണ് ഉള്ളത്. പിന്നെ സാംസങ് ഇതിന് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും പിന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. സോ ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ്.
ബട്ട് 5G കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടി തന്നായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ഗാലക്സി F62ൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുത്തേക്കും. ഇനി ഇതേപോലത്തെ ക്വാളിറ്റി കണ്ടൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.